ബീഹാറിലെ ഐക്യ ജനതാദൾ ബി.ജെ.പി. സഖ്യ സർക്കാർ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. തലസ്ഥാനമായ പാട്നയിലെ പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സംഭവിച്ച വീഴ്ചയെ ചൊല്ലിയാണ് ജനതാദളിന്റെയും ബി.ജെ.പിയുടെയും നേതാക്കളും മന്ത്രിമാരും പരസ്യമായി രംഗത്തെത്തിയത്. പ്രളയം കൈകാര്യം ചെയ്യേണ്ടത് ജെ.ഡി.യുവിന്റെ തലവനായ നിതീഷ് കുമാർ നയിക്കുന്ന സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുമ്പോൾ, സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ബി.ജെ.പി. നേതാക്കളുടെ പരാജയമാണ് പ്രളയം ഇത്രയ്ക്കും രൂക്ഷമാക്കിയത് എന്ന് ജെ.ഡി.യുവും ആരോപിക്കുന്നു. പരസ്പരം വിഴുപ്പലക്കരുത് എന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തെ അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പട്ന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് 60ഓളം പേർ മരിക്കുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രളയബാധിതരെ സഹായിക്കാനും പുനരധിവസിപ്പിക്കാനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്ന വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് സഖ്യ സർക്കാരിനകത്തു തന്നെ അടി രൂക്ഷമാകുന്നത്. വെള്ളിയാഴ്ച തുടങ്ങിയ മഴ ഞായറാഴ്ച അവസാനിച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വെള്ളമിറങ്ങാത്തത് നിതീഷ് കുമാറിന്റെ കഴിവുകേടാണ് എന്ന് ബീഹാർ ബി.ജെ.പി. അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാൾ തുറന്നടിച്ചു. ഇതിന് മറുപടിയുമായി രംഗത്തുവന്ന ജെ.ഡി.യു എം.എൽ.എ സി രൺബീർ നന്ദൻ ബി.ജെ.പി. മന്ത്രിമാരാണ് ഇതിന് ഉത്തരവാദികളെന്ന് ആരോപിച്ചു. നഗരവികസന മന്ത്രാലയം ബി.ജെ.പിയുടെ കൈവശമാണ്. ആരോഗ്യം, പൊതുജനാരോഗ്യം, എഞ്ചിനീയറിംഗ് വകുപ്പുകളും കൈയാളുന്നത് ബി.ജെ.പി. തന്നെ. പട്ന നഗരത്തിലെ മേയറും ബി.ജെ.പിക്കാരൻ. വെള്ളക്കെട്ടിന് നിതീഷ് കുമാറിനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ്? രൺബീർ നന്ദൻ പറഞ്ഞത് ഇതാണ്: പട്നയിലെ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിയുടെ കൈവശമാണ് എന്നും ഡ്രെയിനേജ് നിർമ്മിക്കാനും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ നഗരവികസന പദ്ധതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനു പിന്നാലെയാണ് ബീഹാറുകാരനായ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചത്. പ്രളയത്തിന് ഉത്തരവാദി ബീഹാർ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമാണ്. കയ്യടി കിട്ടുന്നത് നായകനാണെങ്കിൽ ആക്ഷേപവും അദ്ദേഹം തന്നെ നേരിടണം. അതാണ് ലോകത്തിന്റെ രീതി. ഗിരിരാജ് സിംഗ് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെ: ഗിരിരാജ് സിംഗ് കേന്ദ്ര സർക്കാരിലുള്ള തന്റെ ജോലി നോക്കിയാൽ മതിയെന്നും ചെളിവാരി എറിഞ്ഞ് ആനന്ദിക്കേണ്ടെന്ന് ജെ.ഡി.യു നേതാവും സംസ്ഥാന മന്ത്രിയുമായ ശ്യാം രാജക് ഇതിന് മറുപടി നൽകി. ബി.ജെ.പിക്കാരനായ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിയുടെ വീഴ്ചയാണ് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ജെ.ഡി.യു വക്താവ് സഞ്ജയ് സിംഗ്, മറ്റൊരു നേതാവായ സുശീൽ മേത്ത എന്നിവരും നിതീഷിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നു. ഇതിന് മറുപടിയായി ബി.ജെ.പി. എം.എൽ.എ നിതിൻ നവീൻ പറഞ്ഞത്: വാ തുറക്കാൻ എന്ന് നിർബന്ധിക്കരുത്. സർക്കാരിലുള്ള എല്ലാവരെയും തുറന്നു കാട്ടാൻ എനിക്ക് കഴിയും എന്നാണ്. ഇരട്ട എഞ്ചിൻ ഭരണകർത്താക്കളായ ബി.ജെ.പിയും ജെ.ഡി.യും പട്ടിയും പൂച്ചയും പോലെ തമ്മിൽ തല്ലുകയാണെന്ന ഭരണപരാജയവും അരാജകത്വവുമാണ് എന്ന് സംസ്ഥാനത്തുള്ളതെന്നും രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.